ഞാൻ അതിരാവിലെ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയി എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാനല്ല, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇറങ്ങാൻ പോവുക. ഇറങ്ങി ഞാൻ മുകളിലത്തെ മുറിയിലാണ് കിടക്കുന്നത്. രാവിലെ ഇറങ്ങി അതൊക്കെ ചെന്ന് വണ്ടി നോക്കി, വണ്ടി മൂടിയിട്ടേക്കുക. ഭാര്യയാണ് മൂടിയിട്ടത്, ഞാൻ അറിഞ്ഞില്ല. അറിയാതെ പിന്നെ അവളെ രണ്ട് വഴക്കും പറഞ്ഞ് വണ്ടി അത് മൂന്നിന് മാറ്റി വണ്ടി എടുത്ത് രാവിലെ അമ്പലത്തിലോട്ടുള്ള യാത്ര തിരിച്ചു. ഇതാണ് എൻ്റെ വീട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇതാണ് എൻ്റെ വീട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റതാ, പക്ഷേ ഇച്ചിരി ഒന്ന് ലാഗടിച്ച്. ജീവിതമല്ലേ. ഞാൻ ഇന്ന് കോൺക്രീറ്റ് പണിക്ക് പോകുന്നതാണ്. രാവിലെ കോൺക്രീറ്റ് പണി എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺക്രീറ്റ് പണിയുണ്ട്, പിന്നെ ഒരു ബാങ്കിൻ്റെ കളക്ഷൻ എക്സിക്യൂട്ടീവാണ്, പിന്നെ സ്വിഗ്ഗിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇന്ന് പണി ഉണ്ട്. രാവിലെ എൻ്റെ ഒരു ചേട്ടനാണ് എന്നെ പണിക്ക് കൊണ്ടുപോകുന്നത്. ഒന്നും കൂടാതെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. 3 ജോലി ചെയ്തിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിച്ച്. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് കയറി വരുന്ന റോഡ്. നേരെ അമ്പലത്തിലെത്തി വണ്ടി വെച്ചിട്ട് നടന്ന് ഇതാണ് ഞങ്ങളുടെ ശിവക്ഷേത്രമാണ്. ഞാൻ രാവിലെ നടന്ന് അമ്പലത്തിലോട്ട് പോയി എന്ത് പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് വരെ എനിക്ക് എന്ത് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതം ഒരു ട്രാജഡിയാണ്. ഞാൻ നേരെ ചെന്ന് പ്രാർത്ഥിച്ചു. എന്തുവാണെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. നേരെ നടന്ന് അടുത്തത് ശിവനും പാർവതിയാണ്. പടിഞ്ഞാറേ നട ശിവനും കിഴക്കേ നട പാർവതിയാണ്. ഞാൻ നേരെ നടന്ന് പ്രദക്ഷിണം വെച്ച് രാവിലെ നടന്ന് ഇച്ചിരി നടക്കാനുണ്ട്. പാർവതി നടയെത്തിയിട്ട് ആ നടയിൽ നിന്ന് ഞാൻ കൈ ഇങ്ങനെ തൊഴുത്, അല്ല എന്ത് ഇന്നതൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് തോന്നി ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം. ഇത് പിന്നീട് അവിടുന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നാഗരാജാവ് ഇരിക്കുന്ന സ്ഥലമാണ്. ആ നാഗരാജാവ് ഇരിക്കുന്നത് ഇവിടെയാണ്. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലത്. അതിപ്പം അമ്പലം എല്ലാവരുടെയും ഒരു പോലീസ് സ്റ്റേഷനാണല്ലോ, പരാതി ബോക്സ്. അതേപോലെ തന്നെ ഞാനും പിന്നെ നടന്ന് ആ പ്രാർത്ഥിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തോട്ട് നടന്ന് ചെരുപ്പിടണമല്ലോ. ചെരുപ്പ് ഇവിടെ കിടക്കുക. ചെരുപ്പിട്ട് വണ്ടിയെടുത്ത് ഇത് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. വീട്ടിൽ ചെന്ന് വാതിൽക്കൽ ചെന്ന് വണ്ടി വെച്ച്, ഇതാണ് എൻ്റെ സിറ്റ് ഔട്ട്. അവിടുന്ന് അകത്തോട്ട് കയറി അമ്മ അടുക്കളയിൽ, ഭാര്യയും അടുക്കള. പിന്നെ അപ്പം നോക്കിയപ്പം എൻ്റെ ഭാര്യ ബാഗിൻ്റെ അകത്ത് എൻ്റെ പണിത്തുണിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും എടുത്ത് വണ്ടിയിലോട്ട് ചെന്ന്, രാവിലെ 6 മണിയാണ്. വണ്ടിയിൽ സീറ്റ് തുറന്നിട്ട് ബാഗ് വെച്ചിട്ട് നേരെ സൈറ്റിലോട്ട് വിട്ടു. സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് എനിക്ക് എല്ലാ ദിവസവും രാവിലെ 8:30-9 മണിയാകുമ്പോൾ എൻ്റെ പണി കഴിയും. അത് കഴിയുമ്പോൾ എക്സിക്യൂട്ടീവ് പണിക്ക് പോകാമെന്നും പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് 5 മണി വരെ പണിയായിരുന്നു. 5 മണി വരെ നിൽക്കേണ്ടി വന്നു. വലിയ വർക്കായിരുന്നു. ഒരു 93 പാക്കറ്റ്. എന്നാൽ 93 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന പോലെ നമ്മൾ 13 പേരുണ്ട്. ഈ ചേച്ചിമാർ യൂണിയൻ്റെ പണിക്കാരാണ്. അവരെല്ലാം പിന്നെ അവരൊക്കെ ആയിട്ട് സഹകരിച്ച് നിന്ന് പണി ഇത്ര ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ പിടിക്കാൻ തോന്നുന്നത്. ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കോൺക്രീറ്റ് പണി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും.